അങ്ങേയറ്റം അരക്ഷിതമാക്കുന്ന ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടാകാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരിക്കാം. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു അപ്പോയിൻറ്റഡ് അതോറിറ്റി അല്ല. അദ്ദേഹം ഒരു ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ നിന്ന് പ്രസംഗിച്ചത് ഒരു രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗം കടന്നുകയറ്റക്കാരാണ്, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഈ രാജ്യത്തിന് ഭീഷണിയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ താഴെ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കുക? നോക്കൂ, ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിയും. പക്ഷേ ഈ പ്രസംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കും. അത് ഈ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. ഇനി പ്രസംഗത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തെക്കാൾ കൂടുതൽ അപകടകരമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് എൻ്റെ നിലപാട്. തട്ടിപ്പറിച്ച് അവകാശം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ സ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇത് ക്ലിയർ വയലേഷൻ കേസാണ്. എന്താണ് ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ വായിക്കാം. നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ഷാൽ ഇൻക്ലൂഡ് ഇൻ എനി activity which may aggravate existing differences or create mutual hatred or cause tension between different castes, communities, religions or linguistic. ഭാഷാപരമായോ മതപരമായോ ജാതിപരമായോ ആർക്കിടയിലും സ്പർദ്ധ വളർത്തുന്ന ഒരു പ്രവൃത്തിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വ്യക്തിയും ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമായി നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങൾക്ക് ആരെയാണ് എതിരാക്കുന്നത്? ഷെഡ്യൂൾ കാസ്റ്റിനെ എതിരാക്കുന്നു, അവരെ ഷെഡ്യൂൾ ട്രൈബ്സിനെ എതിരാക്കുന്നു, അതർ ബാക്ക്വേർഡ് കാസ്റ്റുകളെ എതിരാക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നോക്കൂ, നിങ്ങളുടെ അവകാശമായിരുന്ന സംവരണത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം അടർത്തിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ എതിരാളി ആരാണ്? മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം വിരുദ്ധരാകൂ, ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന പക്ഷത്തേക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു വോട്ടഭ്യർത്ഥന അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഒരു മതസ്പർദ്ധ, ഒരു ജാതി സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ചോദ്യം ഇത് ക്ലിയർ വയലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ക്ലിയർ വയലേഷൻ ആണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ മൂക്ക് ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടല്ലോ, തൊട്ടടുത്ത ദിവസമല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ രാജിവെച്ചല്ലോ. എന്താണ് രാജിവെച്ചതിന്റെ കാരണം നമുക്കറിയില്ല. അതിന് 2 വർഷം മുമ്പ് അശോക് ലവാസ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് രാജ്യം വിട്ടു പോയല്ലോ. എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്ന നരേന്ദ്രമോദിയുടെ വാ മൂടി കെട്ടാൻ വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങി പുറപ്പെടും. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മണ്ടന്മാരാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ തന്നെയുള്ള എല്ലാ പവറും നരേന്ദ്രമോദി കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുമെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിനപ്പുറം നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തെ അന്യവൽക്കരിക്കുന്ന രാഷ്ട്രീയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊരു വലിയ മുറിവായിരിക്കും. ആ മുറിവ് ഉണക്കുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. അധികാരം നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന അധികാരികൾ യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തിന് വലിയ ശാപമാണ്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയോട് ചെയ്തിരിക്കുന്നത് തികഞ്ഞ മര്യാദകേടാണ്. ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ, ബഹുസ്വരതയ്ക്കെതിരായി സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് താഴെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്.